بسم الله الرحمن الرحيم. ورحمة الله وبركاته. الحمد لله وكفى والسلام على عباده الذين اصطفى أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെല്ലാം അവൻ ഇഷ്ടപ്പെട്ടവന്റെ നല്ല ജന്മങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപങ്ങളും അല്ലാഹു നമുക്ക് മാപ്പാക്കുമാറാവട്ടെ. ഇനിയും അല്ലാഹുവിന്റെ പൊരുത്തമുള്ള ജീവിതം നയിക്കാൻ, അവനിഷ്ടമുള്ള അമലുകൾ ചെയ്യാൻ ജീവിതത്തിൽ നമുക്കെല്ലാം അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജുമുഅയും ഖുതുബയും ഒന്നുമില്ലാതെ കടന്നു പോകുന്ന 4ാമത്തെ ജുമുഅ ദിവസമാണ് ഇന്ന്. നമ്മുടെ പ്രതിരോധത്തിന് വേണ്ടി കോവിഡിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി സർക്കാർ വീണ്ടും ലോക്ക്ഡൌൺ നീട്ടിയിരിക്കുകയാണ്. ഇനിയും ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നമുക്ക് പള്ളികളിൽ ജമാഅത്ത് നിസ്കരിക്കുവാനോ ജുമുഅ കൂടുവാനോ കഴിയില്ല. പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളും ഇതേ അവസ്ഥയിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ പ്രയാസമുള്ള അവസ്ഥയിൽ കഴിഞ്ഞുകൂടുകയാണ്. എല്ലാത്തിനും ഉപരി ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒരു റമദാൻ കൂടി കടന്നു വരികയാണ്. ശഅബാൻ മാസത്തിന്റെ അവസാന നാളുകളിൽ റമദാൻ മാസത്തിന്റെ ആഗമനത്തിൽ സന്തോഷിക്കുന്ന മുസ്ലിം ലോകം ഇന്ന് ആ റമദാനിന്റെ വരവിൽ സന്തോഷിക്കുമ്പോഴും അടഞ്ഞു കിടക്കുന്ന പള്ളികളുള്ള ഒരു റമദാൻ, സജീവമായി പള്ളികളിൽ ഒരുമിച്ചുകൂടി ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത ഒരു റമദാൻ, ഒരുമിച്ച് കൂടി നിന്ന് തറാവീഹ് നിസ്കരിക്കാൻ കഴിയാത്ത ഒരു റമദാൻ, ഇങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളുടെ നടുവിലാണ് റമദാൻ നമ്മിലേക്ക് സമാഗതമാകുന്നത്. വരുന്ന വ്യാഴാഴ്ച ശഅബാൻ 29, അന്ന് അസ്തമയത്തിന് ശേഷം പിറ കണ്ടാൽ വെള്ളിയാഴ്ച അഥവാ അടുത്ത വെള്ളിയാഴ്ച ഇതേ ദിവസം റമദാൻ ഒന്നായിരിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ശനിയാഴ്ച റമദാൻ ഒന്നായിരിക്കും. റഹ്മാനായ തമ്പുരാൻ ആ വിശുദ്ധമായ റമദാനിനെ സന്തോഷത്തോടെ വരവേൽക്കുന്നവരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അനുകൂലമായ സാഹചര്യത്തിൽ നാമൊക്കെ അമലുകൾ ചെയ്യുന്നതിനേക്കാൾ വലിയ പ്രതിഫലം പ്രതികൂലമായ സാഹചര്യത്തിൽ അമൽ ചെയ്യുന്നതിനാണ്. നിയ്യത്തുൽ മുഅ്മിനി ഖൈറുൻ മിൻ അമലിഹി ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തായ തങ്ങൾ പറഞ്ഞു, ഒരു സത്യവിശ്വാസിയുടെ അമലിനേക്കാൾ പ്രതിഫലാർഹമാണ്, ഉത്തമമാണ് അവന്റെ നിയ്യത്ത്. അഥവാ കഴിഞ്ഞ റമദാനിനേക്കാൾ ഉപരി നല്ല നിലയിൽ നോമ്പെടുക്കണം, ധാരാളം ഖുർആൻ ഓതണം, ഒരു റക്അത്ത് പോലും നഷ്ടപ്പെടാതെ തറാവീഹ് നിസ്കരിക്കണം, കൃത്യമായി പള്ളിയിലെ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കണം എന്ന വലിയ ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ കോടാനുകോടി മുഅ്മിനീങ്ങൾ ഈ റമദാനിനെ സ്വപ്നം കാണുകയും, എന്നാൽ അവരുടെയൊക്കെ ആഗ്രഹത്തിനും താല്പര്യത്തിനും എതിരായി അള്ളാഹുവിന്റെ വിധി വരികയും ചെയ്യുമ്പോൾ
അവരുടെ മനസ്സിൽ എത്രത്തോളം ആഗ്രഹവും താല്പര്യവും ഉണ്ടായിരുന്നോ അതനുസരിച്ച് അവർക്ക് പ്രതിഫലം ലഭിക്കും. അതൊന്നും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും, അവരുടെ പ്രവൃത്തി പദത്തിൽ അതൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിലും അതുമായി അവർക്ക് നൽകുക തന്നെ ചെയ്യും. പുണ്യനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മുഅ്മിൻ ഒരു നന്മ ചെയ്യുവാൻ മനസ്സിൽ കരുതി അവൻ ഉദ്ദേശിച്ചു, വലം യഅമൽഹാ, സാഹചര്യവശാൽ അവനത് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ കുതിബ ലഹു ബിഹാ ഹസനതൻ കാമില, അവൻ അത് മനസ്സിൽ ആഗ്രഹിച്ചത് കാരണമായി അവന് പൂർണ്ണമായൊരു പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു റമളാൻ ഈ അവസ്ഥയിൽ കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസി ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. ഒരിക്കലും അവൻ ഈമാനികമായി പ്രയാസപ്പെടേണ്ടതില്ല. പള്ളിയിൽ പോകാൻ കഴിയുന്നില്ലല്ലോ, ഒരുമിച്ച് കൂടാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ മനസ്സിന്റെ ഒരു ഭാഗത്ത് പ്രയാസമുള്ളപ്പോഴും നിനക്ക് ഇതിനൊക്കെ ആഗ്രഹമുണ്ട് എങ്കിൽ നീ ഇതൊന്നും സാഹചര്യങ്ങൾ അനുകൂലമല്ലെങ്കിലും റമളാനിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിന്റെ നിയ്യത്തനുസരിച്ച് അല്ലാഹു നിനക്ക് കൃത്യമായ പ്രതിഫലം തരുമെന്നാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നിരാശ വേണ്ട, മറിച്ച് ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ കൃത്യമായി അമലുകൾ ചെയ്യുവാൻ തയ്യാറാവുക. ഇനി വെറും 6-7 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ദിവസങ്ങൾ പരിശുദ്ധമായ റമളാനിന് വേണ്ടി ഒരുങ്ങാനുള്ളതാണ്. റമളാനിന്റെ നോമ്പിന് വേണ്ടി തയ്യാറാകാനുള്ളതാണ്. റമളാനിനെ സന്തോഷത്തോടുകൂടി ഈമാനോടുകൂടി വരവേൽക്കാനുള്ളതാണ്. റമളാനിനെ വരവേൽക്കുന്ന കാര്യത്തിൽ 2 വിഭാഗം ആളുകൾ മുഅ്മിനീങ്ങളുടെ തന്നെ വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മാ അതാ അലൽ മുസ്ലിമീന ശർറുൻ ഖൈറുൻ ലഹും മിൻ റമളാൻ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ ഈമാനുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ റമളാനിനേക്കാൾ ഏറ്റവും നല്ലൊരു മാസം വരാനില്ല. വലാ അതാ അലൽ മുനാഫിഖീന ശർറുൻ ശർറുൻ ലഹും മിൻ റമളാൻ. എന്നാൽ ഒരു കപട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുനാഫിഖിനെ സംബന്ധിച്ചിടത്തോളം റമളാനിനേക്കാൾ ഏറ്റവും മോശമായ മാസവും അവന് വരാനില്ല. എന്തുകൊണ്ടാണ്? ഒരു മുസ്ലിമിന് റമളാൻ ഏറ്റവും ഖൈറാകുമ്പോൾ ഒരു മുനാഫിഖിന് റമളാൻ ഏറ്റവും ഷർറാകുന്നത്. വദാലിക ലിമാ യഅദ്ദുൽ മുഅ്മിനൂന ഫീഹി മിനൽ ഖുവ്വത്തി ലിൽ ഇബാദ. ഒന്നൊന്നുമല്ല, ഒരു സത്യവിശ്വാസിയാകുമ്പോൾ റമളാനിന്റെ വരവിൽ സന്തോഷിച്ചുകൊണ്ട് അമൽ ചെയ്യുവാൻ അവൻ ആരോഗ്യവാനാകും. അവൻ താല്പര്യത്തോടെ മുന്നോട്ട് വരും. അവന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമായിരിക്കും, ആഹ്ലാദമായിരിക്കും. എന്നാൽ മുനാഫിഖാണെങ്കിലോ, ഒരു റമളാൻ വന്നു പോവുകയാണല്ലോ, ഇനി പകൽ മുഴുവനും പട്ടിണി ഇരിക്കണമല്ലോ, ജനങ്ങളെ പോലെ മറ്റുള്ളവർ കാണുന്നതിന് വേണ്ടിയെങ്കിലും ഭക്ഷണം കഴിക്കാൻ നടക്കണമെങ്കിലോ, അവരെ പോലെ പള്ളിയിൽ നിസ്കരിക്കണമല്ലോ എന്ന് അവന്റെ പുറമെ ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് അവൻ വിചാരിക്കുകയും മനസ്സിന്റെ ഉള്ളിൽ റമളാനിന്റെ വരവിൽ അവന് പ്രയാസവും വിഷമവും ഉണ്ടാകുമ്പോൾ അത് അവന് ഏറ്റവും ശർറായ മാസമായിരിക്കും. ഇന്നല്ലാഹ അസ്സ വജല്ല ലയക്തുബു അജ്റഹു വനവാഫിലഹു മിൻ ഖബ്ല അൻ യദ്ഖുല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുസ്ലിന് റമളാൻ കടന്നു വരുന്നതിന് മുമ്പേ റമളാനിന്റെ വരവിൽ സന്തോഷിക്കുകയും അതിനുവേണ്ടി തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ ആ റമളാൻ ആഗതമാകുന്നതിന് മുമ്പ് തന്നെ അവൻ അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ويكتب أجره وشقاءه من قبل أن يدخل. എന്നാൽ ഒരു മുനാഫിഖ് റമളാൻ വന്നു പോയല്ലോ, ഇനി എന്ത് ചെയ്യാൻ കഴിയും, പകൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ദുഃഖിക്കുമ്പോൾ റമളാൻ എത്തുന്നതിന് മുമ്പ് തന്നെ അവന് ആ റമളാനിന്റെ ശാപവും റമളാനിന്റെ പരാജയവും അവന് കിട്ടുമെന്നും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ,
നാം ഒന്ന് ചിന്തിക്കണം, ഏത് വിഭാഗത്തിലാണ് നാം പെടുന്നത്. പള്ളികൾ അടഞ്ഞു കിടന്നാലും പൊതുവായി നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞില്ല എങ്കിലും ഒരു റമളാൻ ആഗതമാകുമ്പോൾ ഓരോ ആളുകളെയും വിളിച്ചു പറയും, റമളാനോടുകൂടി ഒരു മലക്ക് വിളിച്ചു പറയും, ഓ ഖൈറിനെ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ കടന്നു വരിക, ഓ ശർറിനെ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു